Good morning, students. We are going to discuss about the topic non-disjunction. What is non-disjunction? The non-disjunction is the failure of the sister chromatids to separate during cell division. Normally, during cell division, the sister chromatids of the homologous chromosomes separate from each other and move to the opposite poles. But during non-disjunction, the sister chromatids fails to separate from each other during cell division. This happens during meiosis 1 or meiosis 2, specifically in anaphase. So the non-disjunction is the failure of the homologous chromosomes to separate during meiosis 1 or 2, specifically in anaphase. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ ഡിസ്ജങ്ഷനെ കുറിച്ചാണ്. അപ്പോൾ നോൺ ഡിസ്ജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ മിയോസിസിൻ്റെ സമയത്ത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യും, എന്നിട്ട് അത് ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യും. അതാണ് അനാഫേസ് സ്റ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ എന്ത് സംഭവിക്കും? സിസ്റ്റർ ക്രോമസോംസും അല്ലെങ്കിൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യൂല. ആ ഒരു ഫെയിലിയർ, അതായത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഫെയിലിയർ കാരണം ഉണ്ടാകുന്നതാണ് നോൺ ഡിസ്ജങ്ഷൻ എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി ഉണ്ടാകുക മിയോസിസ് 1 അല്ലെങ്കിൽ മിയോസിസ് 2 ഉണ്ടാകുക. ഇത് ഉണ്ടാകുക അനാഫേസ് സ്റ്റേജിലാണ്. അപ്പോൾ സാധാരണ സെൽ ഡിവിഷൻ്റെ സമയത്ത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് അത് ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യും. പക്ഷേ നോൺ ഡിസ്ജങ്ഷൻ്റെ സമയത്ത് നോൺ ഡിസ്ജങ്ഷൻ എന്ന ഫിനോമിന ഉണ്ടെങ്കിൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യൂല. അങ്ങനെ ഉണ്ടാകുന്നതാണ് നോൺ ഡിസ്ജങ്ഷൻ. അങ്ങനെ ആ ഒരു ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് നോൺ ഡിസ്ജങ്ഷൻ എന്ന് പറയുന്നത്. ഇതുണ്ടാകുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് അനാഫേസ് സ്റ്റേജ് ആണ്. മിയോസിസ് 1 അല്ലെങ്കിൽ മിയോസിസ് 2 ഉണ്ടാവും. So the discovery of non-disjunction. The non-disjunction was discovered by Calvin Bridges, and it was discovered by the cross between white-eyed female Drosophila and red-eyed male Drosophila. All the F1 generation should have white-eyed males and red-eyed females, but Calvin Bridges found that there are some rare exceptions to this result. He found few white-eyed doctors instead of full red-eyed doctors and red-eyed sons instead of white-eyed sons among F1 generation. So this is a cross showing the experiment of Calvin Bridges. He had crossed between red-eyed male and white-eyed female. When he crossed by red-eyed male and white-eyed female, he get all females to be red-eyed and all males to be white-eyed. But there are some rare exceptions seen in this result. Some of the females had white-eyed and he obtained some of the males having red-eyed, which occurs due to the non-disjunction. അപ്പോൾ എങ്ങനെയാണ് ഈ നോൺ ഡിസ്ജങ്ഷൻ കണ്ടുപിടിച്ചത്? ഈ നോൺ ഡിസ്ജങ്ഷൻ കണ്ടുപിടിച്ചത് കാൽവിൻ ബ്രിഡ്ജസ് ആണ്. അപ്പോൾ കാൽവിൻ ബ്രിഡ്ജസ് 2 ഡ്രോസോഫിലിനെ തമ്മിൽ ക്രോസ് ചെയ്തു. അപ്പോൾ റെഡ്-ഐഡ് മെയിലിനെയും വൈറ്റ്-ഐഡ് ഫീമെയിലിനെയും തമ്മിൽ ക്രോസ് ചെയ്തു. ഇതിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ റെഡ്-ഐ ക്യാരക്ടറാണ്, റിസസീവ് ആയിട്ടുള്ള ക്യാരക്ടർ വൈറ്റ്-ഐ ക്യാരക്ടറാണ്. അപ്പോൾ റെഡ്-ഐഡ് മെയിലിനെയും വൈറ്റ്-ഐഡ് ഫീമെയിലിനെയും ക്രോസ് ചെയ്തപ്പോൾ എല്ലാ ഫീമെയിൽസും റെഡ്-ഐഡ് ആണ് കിട്ടിയത്. അപ്പോൾ F1 ജനറേഷനിൽ എല്ലാ ഫീമെയിൽസും റെഡ്-ഐഡ് ആണ്, എല്ലാ മെയിൽസും വൈറ്റ്-ഐഡ് ആണ്. പക്ഷേ ഇതെല്ലപ്പോഴും ഈ റിസൾട്ട് കാൽവിൻ ബ്രിഡ്ജസിന് കിട്ടിയില്ല. ചില സമയങ്ങളിൽ ചില വൈറ്റ്-ഐഡ് ഫീമെയിൽസും ചില റെഡ്-ഐഡ് മെയിൽസും കാൽവിൻ ബ്രിഡ്ജസിന് കിട്ടി. അപ്പോൾ ആ റിസൾട്ടിൽ നിന്ന് ഒരു ഡീവിയേഷൻ ഉണ്ടാകാനുള്ള കാരണം നോൺ ഡിസ്ജങ്ഷൻ കാരണമാണ് ഈ റിസൾട്ടിൽ വ്യത്യാസം വരുന്നതെന്ന് കാൽവിൻ ബ്രിഡ്ജസ് മനസ്സിലാക്കി. അങ്ങനെയാണ് അവർ നോൺ ഡിസ്ജങ്ഷൻ കണ്ടുപിടിച്ചത്. So there are 2 types of non-disjunction: meiotic non-disjunction and mitotic non-disjunction. The meiotic non-disjunction occurs either in meiosis 1 or 2, and if non-disjunction occurs during first meiotic division, then all sperm derived from the primary spermatocyte will be abnormal. That is, they contain 24 or 22 chromosome. They contain extra 1 chromosome, or they lack 1 chromosome than the usual 23 chromosome. If the non-disjunction occurs in the secondary spermatocyte,
during meiosis 2, then the 2 of the 4 sperms will be abnormal. സോ രണ്ട് ടൈപ്പ് നോൺ ഡിസ്ജങ്ഷൻ ഉണ്ട്, മിയോട്ടിക് നോൺ ഡിസ്ജങ്ഷനും മൈറ്റോട്ടിക് നോൺ ഡിസ്ജങ്ഷനും. അപ്പോൾ മിയോട്ടിക് നോൺ ഡിസ്ജങ്ഷൻ ഒന്നെങ്കിൽ മിയോസിസ് 1 അല്ലെങ്കിൽ മിയോസിസ് 2 നടക്കാം. അപ്പോൾ മിയോസിസ് 1 നോൺ ഡിസ്ജങ്ഷൻ നടക്കുന്നതെങ്കിൽ ഉണ്ടാകുന്ന സ്പേംസ് ഒക്കെ എന്തായിരിക്കും, അബ്നോർമൽ ആയിരിക്കും. പക്ഷേ അതായത് ഒന്നെങ്കിൽ ഒരു ക്രോമസോം അധികമായിരിക്കും, അതായത് 24 ക്രോമസോം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ക്രോമസോം കുറവായിരിക്കും, അതായത് 22 ക്രോമസോം ആയിരിക്കും ദാൻ യൂഷ്വൽ 24 ക്രോമസോം, യൂഷ്വൽ 23 ക്രോമസോം. അപ്പോൾ യൂഷ്വലി ഹ്യൂമൻസിൻ്റെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 23 ക്രോമസോം പെയേഴ്സ് ആണ്. പക്ഷേ ഈ നോൺ ഡിസ്ജങ്ഷൻ ഉണ്ടായാൽ ഒന്നെങ്കിൽ അത് 24 ആയിട്ട് കൂടും, അല്ലെങ്കിൽ 22 ആയിട്ട് കുറയും. അപ്പോൾ ഈ മിയോസിസ് 1 നോൺ ഡിസ്ജങ്ഷൻ നടക്കുന്നതെങ്കിൽ എല്ലാ സ്പേംസും അബ്നോർമൽ ആയിരിക്കും. പക്ഷേ മിയോസിസ് 2 നോൺ ഡിസ്ജങ്ഷൻ നടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സിലാണ് നോൺ ഡിസ്ജങ്ഷൻ നടക്കുന്നതെങ്കിൽ 2 സ്പേംസ് മാത്രമേ അബ്നോർമൽ ആയിരിക്കുള്ളൂ, 2 സ്പേംസ് നോർമൽ ആയിരിക്കും. അതായത് പകുതി സ്പേംസ് നോർമലും പകുതി സ്പേംസ് അബ്നോർമലും ആയിരിക്കും. അപ്പോൾ മിയോസിസ് 1 നോൺ ഡിസ്ജങ്ഷൻ നടന്നാലും മിയോസിസ് 2 നോൺ ഡിസ്ജങ്ഷൻ നടക്കുന്നതിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? മിയോസിസ് 1 നോൺ ഡിസ്ജങ്ഷൻ നടന്നാൽ എല്ലാ സ്പേംസും അബ്നോർമൽ ആയിരിക്കും. പക്ഷേ മിയോസിസ് 2 നോൺ ഡിസ്ജങ്ഷൻ നടന്നാൽ പകുതി സ്പേംസ് നോർമലും പകുതി സ്പേംസ് അബ്നോർമലും ആയിരിക്കും. നെക്സ്റ്റ് ആണ് മൈറ്റോട്ടിക് നോൺ ഡിസ്ജങ്ഷൻ. ദി മൈറ്റോട്ടിക് നോൺ ഡിസ്ജങ്ഷൻ ഗിവ്സ് mosaic cells with a different number of chromosome numbers. This is caused by a breaking of the spindle fiber during metaphase or anaphase. For example, if spindle fiber does not form from one of the chromosome, then during anaphase it will not separate into 2 chromatids, and one cell will have an extra chromatid and the other will be lacking one. This is called causes a trisomic and a monosomic daughter cell to be formed, which produces a mosaic of cell types in the individual. So mitotic non-disjunction leads to the difference in the chromosome numbers. And the mitotic non-disjunction is caused by the breaking of spindle fibers during metaphase or anaphase. Due to the breakage of spindle fibers, one of the daughter cells will lose one of the chromatid, and another one will get one extra chromatid, leading to a trisomic and monosomic condition. നെക്സ്റ്റ് ആണ് മൈറ്റോട്ടിക് നോൺ ഡിസ്ജങ്ഷൻ. മൈറ്റോട്ടിക് നോൺ ഡിസ്ജങ്ഷൻ കാരണം ക്രോമസോമിൻ്റെ നമ്പറിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് മൈറ്റോട്ടിക് നോൺ ഡിസ്ജങ്ഷൻ ഉണ്ടാകുന്നത് സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ ബ്രേക്കേജ് മൂലമാണ് മൈറ്റോട്ടിക് നോൺ ഡിസ്ജങ്ഷൻ ഉണ്ടാകുന്നത്. ഇതൊന്നെങ്കിൽ അനാഫേസ് അല്ലെങ്കിൽ മെറ്റാഫേസിലാണ് മൈറ്റോട്ടിക് നോൺ ഡിസ്ജങ്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ ബ്രേക്കേജ് കാരണമാണ് മൈറ്റോട്ടിക് നോൺ ഡിസ്ജങ്ഷൻ ഉണ്ടാകുന്നത്, അതും അനാഫേസിൽ അല്ലെങ്കിൽ മെറ്റാഫേസിൽ. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അനാഫേസിൽ അല്ലെങ്കിൽ മെറ്റാഫേസിൽ സ്പിൻഡിൽ ഫൈബേഴ്സ് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഒരു സെല്ലിന് 2 ക്രോമാറ്റിഡും വേറൊരു സെല്ലിന് 2 ക്രോമാറ്റിഡാണ് വേണ്ടത്. പക്ഷേ അതിന് പകരം സ്പിൻഡിൽ ഫൈബേഴ്സ് ബ്രേക്ക് ചെയ്ത് പോകുന്നത് കൊണ്ട് ഒരു സെല്ലിന് ഒരു എക്സ്ട്രാ ക്രോമാറ്റിഡ് കിട്ടും, അതായത് ട്രൈസോമിക് കണ്ടീഷൻ വരും. ഒരു സെല്ലിന് ഒരു ക്രോമാറ്റിൻ്റെ കുറവുണ്ടാവും, അതായത് മോണോസോമിക് കണ്ടീഷൻ ഉണ്ടാവും. ഇപ്പോൾ മൈറ്റോട്ടിക് നോൺ ഡിസ്ജങ്ഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ ബ്രേക്കേജ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇതുണ്ടായി കഴിഞ്ഞാൽ ക്രോമസോം നമ്പറിൽ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അനാഫേസിൽ അല്ലെങ്കിൽ മെറ്റാഫേസിലാണ് മൈറ്റോട്ടിക് നോൺ ഡിസ്ജങ്ഷൻ നടക്കുക. മൈറ്റോട്ടിക് നോൺ ഡിസ്ജങ്ഷൻ നടന്ന് സ്പിൻഡിൽ ഫൈബേഴ്സ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെല്ലിന് ആ 2ൽ നിന്ന് ഒരു ക്രോമാറ്റിഡ് നഷ്ടപ്പെടും, മറ്റേ സെല്ലിന് ഒരു എക്സ്ട്രാ ക്രോമാറ്റിഡ് കിട്ടും, അതായത് ട്രൈസോമിക് കണ്ടീഷൻ വരും. ഒരു നഷ്ടപ്പെടുന്ന സെല്ലിന് മോണോസോമിക് കണ്ടീഷനും വരും. So what are the disorders that arises due to the chromosomal non-disjunction? So in the autosomes it causes Patwa syndrome, Edwards syndrome and Down syndrome. In the case of sex chromosomes it causes Turner syndrome, Klinefelter syndrome, super male syndrome and super female syndrome. ഇപ്പോൾ ക്രോമസോമൽ നോൺ ഡിസ്ജങ്ഷൻ കാരണം ഉണ്ടാകുന്ന ഡിഫക്ട്സ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓട്ടോസോംസിലാണ് ക്രോമസോമൽ നോൺ ഡിസ്ജങ്ഷൻ നടക്കുന്നതെങ്കിൽ അതുണ്ടാക്കുന്നത് പാട്വ സിൻഡ്രം, എഡ്വേർഡ് സിൻഡ്രം, ഡൗൺ സിൻഡ്രം ആയിരിക്കും. സെക്സ് ക്രോമസോംസിലാണ് ഈ ക്രോമസോമൽ നോൺ ഡിസ്ജങ്ഷൻ ഉണ്ടാകുന്നെങ്കിൽ കോസ് ചെയ്യുന്നത് ടേണർ സിൻഡ്രം, ക്ലിനെഫെൽറ്റർ സിൻഡ്രം, സൂപ്പർ മെയിൽ സിൻഡ്രം, സൂപ്പർ ഫീമെയിൽ സിൻഡ്രം ആയിരിക്കും. ഫസ്റ്റ് we are going to discuss about the non-disjunction of autosomes. So first is the Down syndrome. Down syndrome occurs due to the trisomy of chromosome number 21.
ഇപ്പോൾ 21ാമത്തെ ക്രോമസോമിൽ ഒരു എക്സ്ട്രാ ക്രോമസോം ഉള്ളത് കൊണ്ടാണ് ട്രൈസോമി എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈസോമി ഓഫ് ക്രോമസോം നമ്പർ 21 കൊണ്ടാണ് ഡൗൺ സിൻഡ്രോം ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് എ ക്രോമസോമൽ അബ്നോർമാലിറ്റി. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ സിംറ്റംസ് ആണ് ഗ്രോത്ത് ഫെയിലിയർ, അതായത് വളർച്ച കുറവായിരിക്കും, മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവും, പിന്നെ ഫ്ലാറ്റ് ബാക്ക് ഓഫ് ദി ഹെഡ്, തലയുടെ ബേക്ക് ഫ്ലാറ്റ് ആയിരിക്കും, പിന്നെ അബ്നോർമൽ ഇയേഴ്സ് ആയിരിക്കും, പിന്നെ സ്പെഷ്യൽ സ്കിൽ റിഡ്സ് പാറ്റേൺസ് ഉണ്ടാവും, പിന്നെ ഇൻറ്റസ്റ്റിനൽ ബ്ലോക്കേജ്, അത് കുടലിൻ്റെ ബ്ലോക്കേജ് ഉണ്ടാവും, പിന്നെ ഹെർണിയ ഉണ്ടാവും, പിന്നെ അബ്നോർമൽ പെൽവിസ് ഉണ്ടാവും, പിന്നെ ഡിമിനിഷ്ഡ് മസിൽ ടോൺ, മസിൽ ഡെവലപ്മെൻറ്റ് കുറവായിരിക്കും. ഫേഷ്യൽ സിംറ്റംസ് ആണ് ബ്രോഡ് ഫ്ലാറ്റ് ഫേസ്, പരന്നിട്ടുള്ള നീണ്ട മുഖം, സ്ലാൻഡിങ് ഐസ്, എപ്പികാന്തിക് ഐ ഫോൾഡ്, ഷോർട്ട് നോസ്, ചെറിയ മൂക്കോട് കൂടിയുള്ള പരന്ന മുഖമാണ് ഉണ്ടാകുക. പിന്നെ ഷോർട്ട് ആൻഡ് ബ്രോഡ് ഹാൻഡ്സ്, ചെറിയ വീതി കൂടിയ കൈകളുണ്ടാവും. സ്മോൾ ആൻഡ് ആർച്ച്ഡ് പാലറ്റ്, ബിഗ് റിങ്കിൾഡ് ടങ്. പിന്നെ ഡെൻ്റൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാവും. പിന്നെ കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസസ് ഉണ്ടാവും. എൻലാർജ്ഡ് കോളൻസ് ഉണ്ടാവും. ബിഗ് വൈഡ്ലി സ്പേസ്ഡ് ടോസ് ഉണ്ട്, അതായത് ഈ കാലിൻ്റെ വിരലുകളൊക്കെ നല്ലോണം വലുതായിരിക്കും, അത് വൈഡ്ലി സ്പേസ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് ഡിസീസ് കോസ്ഡ് ഡ്യൂ ടു ദി non-disjunction in autosomes is the Edwards syndrome. Edwards syndrome is caused due to the trisomy of chromosome number 18. It occurs due to the presence of an extra chromosome in the 18th number of chromosome number. It causes mostly maternal errors in the meiosis II. So the symptoms of the Edwards syndrome, so the symptoms of the Edwards syndrome are small mouth, small jaw, short neck. ചെറിയ വായായിരിക്കും, ചെറിയ ജോ ആയിരിക്കും, ചെറിയ നെക്കായിരിക്കും. പിന്നെ ഷീൽഡ് ചെസ്റ്റ് ഓർ ഷോർട്ട് ആൻഡ് പ്രോമിനൻറ്റ് സ്റ്റേർണം ആൻഡ് വൈഡ് സെറ്റ് നിപ്പിൾസ്. ബാക്ക് പാർട്ട് ഓഫ് ദി സ്കൾ ഈസ് പ്രോമിനൻറ്റ്, അത് തലയുടെ ബേക്ക് മോയിച്ചിട്ടാണ് ഉണ്ടാകുക. പിന്നെ ക്ലഞ്ച്ഡ് ഹാൻഡ്സ് വിത്ത് ഓവർലാപ്പിംഗ് ഫിംഗേഴ്സ്, അതായത് ആ കുട്ടിയുടെ കൈകളെല്ലപ്പോൾ വിരലുകളെല്ലപ്പോൾ ഇങ്ങനെ മടക്കിയിട്ടാണ് ഉണ്ടാകുക, അതായത് ഫിംഗേഴ്സ് ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഉണ്ടാകുക. പിന്നെ റോക്കർ ബോട്ടം ഫൂട്ട് ഉണ്ടാകുക, അതായത് ആ കുട്ടീൻ്റെ കാലിൻ്റെ അടി ഒരു പ്രത്യേക ഷേപ്പിലാണ് ഉണ്ടാകുക, ഒരു ചട്ടക്കാല് പോലെയാണ് ഉണ്ടാകുക. പിന്നെ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാവും? ലോ ബെർത്ത് വെയിറ്റ് ഉണ്ടാവും, അല്ല ബെർത്ത് വെയിറ്റ് കുറവായിരിക്കും. മോസ്റ്റ് കേസസ് ഡൈ ഡ്യൂറിങ് ദി ഫസ്റ്റ് ഇയർ, അതായത് ആദ്യത്തെ കൊല്ലം തന്നെ കുട്ടിക്ക് മരണം സംഭവിക്കും. നെക്സ്റ്റ് ഇസ് ദി പാർട്ടുവ സിൻഡ്രം. പാർട്ടുവ സിൻഡ്രം ഇസ് കോസ്ഡ് ഡ്യൂ ടു ട്രൈസോമി ഓഫ് ക്രോമസോം നമ്പർ 13. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റിങ് ടൈപ്സ് ആണ് സ്മോൾ ഹെഡ്, ക്ലെഫ്റ്റ് പാലറ്റ് ഓർ ലിപ്പ്, വൈൻ കളർഡ് ബർത്ത് മാർക്സ് ആൻഡ് എക്സ്ട്രാ ഫിംഗേഴ്സ് ആൻഡ് ടോസ്. അപ്പോൾ ചെറിയ തലയായിരിക്കും. പിന്നെ ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് വെച്ചാൽ മൂച്ചേറി, അതായത് ഈ കുട്ടീൻ്റെ ചെറി ഇങ്ങനെ മൂക്കിനോട് പറ്റിയിട്ടാണ് ഉണ്ടായത്, മുച്ചെറി എന്ന് പറയും, ചെറി ഇങ്ങനെ പൊന്തിയിട്ടാണ് ഉണ്ടാകുക, അതാണ് ക്ലെഫ്റ്റ് ലിപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ബർത്ത് മാർക്സ് ഉണ്ടാകും, പിന്നെ എക്സ്ട്രാ വിരലുകളും ഒക്കെ ഉണ്ടാവും കാലിന്മേലും കൈമേലും. മോസ്റ്റ് ബേബീസ് അപ്പിയർ ടു ബി ഡഫ്, അതായത് ഇയർ ഫങ്ഷനിലായിരിക്കില്ല. ആൻഡ് സം ആർ ബ്ലൈൻഡ് ആൻഡ് മെയിൽസ് ഹാവ് അൺഡിസെൻഡഡ് ടെസ്റ്റിസ് ആൻഡ് ഫീമെയിൽസ് ഹാവ് എ യൂട്രസ് ഡിവൈഡ് ഇൻ ടു 2 പാർട്സ്. അപ്പോൾ സെക്ഷൽ ഓർഗൻസ് ഒക്കെ അൺഡെവലപ്ഡ് ആയിരിക്കും, ഫിംഗേഴ്സ് അബ്നോർമൽ ആയിരിക്കും. Nose is often large and triangular and wide-spaced and defective eyes. Mean survival type 3 months ആണ്. മോസ്റ്റ്ലി എഫക്റ്റഡ് ഡൈ വിത്തിൻ എ ഇയർ. ഇപ്പോൾ ഒരു കൊല്ലം കൊണ്ട് ആ കുട്ടിക്ക് മരണം സംഭവിക്കും. നെക്സ്റ്റ് ആണ് നോൺ ഡിസ്ജങ്ഷൻ ഓഫ് സെക്സ് ക്രോമസോംസ്. ഇപ്പോൾ ഓട്ടോസോംസിൻ്റെ ഉണ്ടാകുന്ന നോൺ ഡിസ്ജങ്ഷൻ കാരണം ഉണ്ടാകുന്ന ഡിസീസസ് ആണ് ഡൗൺ സിൻഡ്രം, എഡ്വേർഡ് സിൻഡ്രം ആൻഡ് പാർട്ടുവ സിൻഡ്രം. ഇനി സെക്സ് ക്രോമസോംസിൽ ഉണ്ടാകുന്ന നോൺ ഡിസ്ജങ്ഷൻ കാരണം ഉണ്ടാകുന്ന ഡിസീസസ് ആണ് ക്ലൈനിഫെറ്റർ സിൻഡ്രം ആൻഡ് ടേണർ സിൻഡ്രം. ഇപ്പോൾ ക്ലൈനിഫെറ്റർ സിൻഡ്രം ഒക്കേഴ്സ് ഡ്യൂ ടു ദി കണ്ടീഷൻ നോൺ ആസ് XXY ഇൻ ദി 40 ക്രോമസോം. ഇപ്പോൾ ഒരു എക്സ്ട്രാ
എക്സ് ക്രോമസോം ഉണ്ട്. അപ്പോൾ മെയിൽസിലാണ് ക്ലിനിഫെറ്റർ സിൻഡ്രം ഉണ്ടാകുക. ഇത് ഉണ്ടാകുന്നത് ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോമിൻ്റെ പ്രസൻസ് കാരണമാണ്. 47 ക്രോമസോം ഉണ്ടാവും. അപ്പോൾ സാധാരണ ഹ്യൂമൻസിന് 46 ക്രോമസോംസേ ഉണ്ടാവും. പക്ഷേ ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം ഉള്ളത് കൊണ്ട് ക്രോമസോം നമ്പർ 47 ആയിട്ട് ഇൻക്രീസ് ചെയ്യും. The characters are very small testes, sperms absent and androgen deficiency. അപ്പോൾ ചെറിയ ടെസ്റ്റിസ് ആയിരിക്കും, സ്പേംസ് ആബ്സെൻ്റ് ആയിരിക്കും, ആൻഡ്രോജൻ എന്ന് പറഞ്ഞാൽ ഹോർമോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കും. ദെൻ പ്യൂർലി ഡെവലപ്ഡ് മെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആൻഡ് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ മെയിലിൻ്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് വളരെ കുറവായിരിക്കും. പിന്നെ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. സെക്ഷൽ ബിഹേവിയർ നോർമൽ ഇൻ യങ് അഫക്റ്റഡ് മെയിൽസ് ബട്ട് ഇമ്പോർട്ടൻസി കോമൺ എമോങ് ഓൾഡർ മെയിൽസ്. അപ്പോൾ ഓൾഡർ മെയിൽസിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പിന്നെ പ്രസൻസ് ഓഫ് ലോങ് ലിംസ് ആൻഡ് ടോളർ ദെൻ നോർമൽ മെയിൽസിനെക്കാളും ടോളർ ആയിരിക്കും. നോർമലി ഇൻഫെർട്ടൈലാണ്. പിന്നെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിൻ്റെ ആബ്സെൻസ് ഉണ്ടാവും. പിന്നെ പ്യൂർലി ഡെവലപ്ഡ് ടെസ്റ്റിസ് ഒക്കെയാണ് ഉണ്ടാകുക. പിന്നെ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. ഇതൊക്കെയാണ് ക്ലിനിഫെറ്റർ സിൻഡ്രത്തിൻ്റെ ക്യാരക്ടേഴ്സ്. ഇത് എഫക്റ്റ് ചെയ്യുന്നത് മെയിൽസിനെയാണ്. ഇതുണ്ടാകാനുള്ള കാരണം ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം ഉണ്ടാവും. അപ്പോൾ സാധാരണ 46 ക്രോമസോംസ് ആണ് ഹ്യൂമൻസിന് വേണ്ടത്. ഇപ്പോൾ ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം, അതായത് XXY കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ ഒരു ക്രോമസോം കൂടി, ഇപ്പോൾ 47 ക്രോമസോംസ് ഉണ്ടാവും. ഇപ്പോൾ മെയിൽസിന് XY ആണ് വേണ്ടത്, അതിന് പകരം ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം ഉണ്ടാവും. അതാണ് ക്ലിനിഫെറ്റർ സിൻഡ്രം. നെക്സ്റ്റ് ഇസ് ടേണർ സിൻഡ്രം വിച്ച് ഒക്കേഴ്സ് ഇൻ ഫീമെയിൽസ്, ദാറ്റ് ഈസ് X0 ഫീമെയിൽസ്. അതായത് ഒരു എക്സ് ക്രോമസോം ആബ്സെൻ്റ് ആയിരിക്കും. സാധാരണ ഫീമെയിൽസിൻ്റെ ക്രോമസോം എങ്ങനെയാണ് ഉണ്ടാകുക? 2 എക്സ് ക്രോമസോമാണ് ഫീമെയിൽസിന് ഉണ്ടാകുക. അതിന് പകരം ഇവിടെ ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ഒരു ക്രോമസോം കുറവായിരിക്കും. അതായത് 46ന് പകരം 45 ക്രോമസോംസ് ആണ് ഉണ്ടാകുക. ദി ഫീമെയിൽസ് ലാക്ക് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആൻഡ് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്. ദേ ആർ സ്റ്റെറൈൽ. ദേ ഷോ ഷോർട്ട് ആൻഡ് വെബ്ഡ് നെക്സ്. അപ്പോൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആബ്സെൻ്റ് ആയിരിക്കും ഫീമെയിൽസിന്. പിന്നെ അവർക്ക് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് കുറവായിരിക്കും. പിന്നെ സ്റ്റെറൈലായിരിക്കും. പിന്നെ ഷോർട്ട് ആൻഡ് വെബ്ഡ് നെക്സ് ആയിരിക്കും ഉണ്ടാകുക. പിന്നെ ഫോറാം ഷോ ഗ്രേറ്റർ ദാൻ നോർമൽ ആംഗ്ലിംഗ് അവേ ഫ്രം ദി ബോഡി വെൻ പാംസ് ആർ ഫേസ്ഡ് അപ്വേർഡ്. അത് കാലും കൈയൊക്കെ ശരീരത്തിൽ നിന്ന് വളഞ്ഞു പോകുന്നത് പോലെ തോന്നും. പിന്നെ ഗൊണാഡ് ഡെവലപ്മെൻറ്റ് കുറവായിരിക്കും. പിന്നെ അവരെന്തായിരിക്കും? ദേ ഷോ കിഡ്നി ആൻഡ് മൈനർ സ്കെലിറ്റൽ ഡീഫോർമാറ്റിസ് ഉണ്ടാവും. ഹെയർ ലൈൻ അറ്റ് ദി ബേസ് ഓഫ് ദി നെക്ക് ഇസ് ലോ. പിന്നെ മുടികളൊക്കെ കുറവായിരിക്കും. പിന്നെ സ്കിൻ ഫോൾഡ് ഉണ്ടാവും. പിന്നെ നെക്കിൽ ഫോൾഡ് ഉണ്ടാവും. സൊയിൽഡ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ് ആയിരിക്കും. അബ്നോർമലി ലാർജ് ഫിംഗർ പ്രിൻറ്റ് പാറ്റേൺസ് ആയിരിക്കും. ലോ ബർത്ത് വെയ്റ്റ് ആയിരിക്കും. പിന്നെ IQ കുറവായിരിക്കും. ഇതൊക്കെയാണ് ഈ ടേണർ സിൻഡ്രത്തിൻ്റെ ഫീച്ചേഴ്സ്. ഇപ്പോൾ ക്ലിനിഫെറ്റർ സിൻഡ്രം എഫക്റ്റ് ചെയ്യുന്നത് മെയിൽസിനെയാണ്. അതുണ്ടാകുന്നത് ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം കാരണമാണ്. അതേസമയം ടേണർ സിൻഡ്രം എഫക്റ്റ് ചെയ്യുന്നത് ഫീമെയിൽസിനെയാണ്. അതുണ്ടാകുന്നത് ഒരു എക്സ് ക്രോമസോമിൻ്റെ ആബ്സെൻസ് കൊണ്ടാണ്. അതുകൊണ്ട് ടോട്ടൽ ക്രോമസോം നമ്പർ 46 നിന്ന് 45 ആവും. അപ്പോൾ അവർക്ക് ഫീമെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സും ഫീമെയിൽ സെക്ഷൽ ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റും ഉണ്ടാവില്ല. പിന്നെ ഇൻഫെർട്ടൈൽ ആയിരിക്കും. പിന്നെ അവർക്ക് കിഡ്നി റിലേറ്റഡ് ഡിസോർഡേഴ്സും പിന്നെ മെൻ്റൽ ഡിസോർഡേഴ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ താങ്ക് യു. അപ്പോൾ നോൺ ഡിസ്ജങ്ഷൻ എന്താണെന്ന് പറയുക, ടൈപ്സ് ഓഫ് നോൺ ഡിസ്ജങ്ഷൻ പറയാം. ഇപ്പോൾ മിയോട്ടിക് ഉണ്ട്, മൈറ്റോട്ടിക് ഉണ്ട്. പിന്നെ അതിൻ്റെ മിയോട്ടിക്കിൻ്റെ 2 ടൈപ്സ് പറയുക. പിന്നെ പറയാനുള്ളത് അത് കാരണം നോൺ ഡിസ്ജങ്ഷൻ കാരണം ഉണ്ടാകുന്ന ഡിസീസസ്, അതായത് ഓട്ടോസോംസിൽ ഉണ്ടാകുന്ന ഡിസീസസ്, ഓട്ടോസോംസിൽ നോൺ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാകുന്നത് കാരണം ഉണ്ടാകുന്ന ഡിസീസസ്, പിന്നെ സെക്സ് ക്രോമസോംസിൽ നോൺ ഡിസ്റ്റിങ്ഷൻ കാരണം ഉണ്ടാകുന്ന ഡിസീസസ് പറയുക. താങ്ക് യു.